ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ സൈനിക പരിശീലനം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ മഹാസമുദ്രവും ഒമാൻ ഉൾക്കടലും ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാപകമായിരിക്കുന്ന ഒരു സൈനിക പരിശീലനം ഇറാൻ നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ട് റിപ്പോർട്ടായിട്ട് വന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ, യൂറോപ്യൻ, ഇസ്രായേൽ രാജ്യങ്ങളെല്ലാം കൗതുകത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയുമാണ് ഈ പരിശീലനത്തെ നോക്കിക്കണ്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. സുസ്ഥിര പവർ 1404 എന്ന പേരിട്ട അഭ്യാസ പ്രകടനമാണ് ഈ മേഖലയിൽ ഇറാൻ കാഴ്ചവെച്ചത്. ഒരുപാട് പുതിയ മിസൈലുകളുടെ പരീക്ഷണവും അതോടൊപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കപ്പെട്ട മിസൈൽ സംവിധാനത്തിൻ്റെ പരിശീലനം അവിടെ നടന്നു എന്നുള്ളതാണ്. ഒരു പരിശീലന സംവിധാന കേന്ദ്രമായിട്ട് ഈ മേഖല മാറി എന്ന് ചില റിപ്പോർട്ടുകളെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇറാൻ പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ട മിസൈലിൻ്റെ പരീക്ഷണം ഇങ്ങനെയൊക്കെ ആവാം, ഞങ്ങളുടെ കൈവശത്തിൽ ഇത്രത്തോളം ഉണ്ട്, എത്ര തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. നാസർ, ഖാദർ ക്രൂയിസ് മിസൈലുകൾ, പവർ 5 കാമിക്കോസ് ഡ്രോൺ, അന്തർവാഹിനികൾ, ഫ്രീഗേറ്റുകൾ, തീരദേശ ബാറ്ററികൾ എന്നിവയെല്ലാം അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. അങ്ങനെ ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇത് പബ്ലിക്കായിട്ട് അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് തങ്ങളുടെ കായിക സൈനിക അഭ്യാസങ്ങൾ ഉണ്ടാവും എന്ന തരത്തിൽ. അതിൻ്റെ ഒടുവിലായിട്ട് അതിൻ്റെ അഡ്മിറൽ അബ്ബാസ് ഹസാരി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. എല്ലാം ഞങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ്, മറ്റു രാജ്യങ്ങളുടെ സഹായ കാര്യങ്ങളോട് കൂടിയല്ല ഉണ്ടാക്കിയത്, തദ്ദേശീയമായിട്ട് കാലോചിതമായ രീതിയിൽ മാറ്റത്തിനനുസരിച്ച് അതിശക്തവും അതിബൃഹത്വവുമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടതാണ് എല്ലാം. അതിനനുസരിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തങ്ങളുടെ കൈവശത്തിലുമുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ് ഇറാൻ ചെയ്തത്. ആണവ പദ്ധതിയെക്കുറിച്ച് ഈ സമയത്തും യൂറോപ്പും അമേരിക്കയും ഇസ്രായേലുമായിട്ടൊക്കെ വലിയ സംഘർഷത്തിലാണ് ഇപ്പം നിലവിൽ ഇറാനുള്ളത്. കരാർ വ്യവസ്ഥ യുദ്ധം കഴിഞ്ഞതിന് ശേഷം തന്നെ കരാർ വ്യവസ്ഥ പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലും ഇറാനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും IAEA എന്ന് പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയെ തന്നെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയാണ് ഇറാൻ ചെയ്തത്. കാര്യം എന്ന് പറയുന്നത്, ഇത്തരമൊരു യുദ്ധ സംവിധാന കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഇസ്രായേലിനെയോ അമേരിക്കയോ അപലപിക്കാത്ത ഈ ആണവായുധ ഏജൻസിയുമായിട്ട് തങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് രാജ്യത്ത് നിന്ന് വിട്ടുപോകണം, അവർ രാജ്യത്ത് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ പോലും അതിശയിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 1404 സസ്റ്റൈനബിൾ പവർ ഡ്രിൽ എന്നാണ് അതിന് പേരിട്ടത്. 1404 എന്ന് പറഞ്ഞാൽ അത് ഹിജ്റ വർഷമാണ്. അറബ് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് 1404 എന്നതിന് പറഞ്ഞത്. ഇംഗ്ലീഷ് മാസം നോക്കുന്ന സമയത്ത് 2025, അതായത് ഈ വർഷം. അറബ് മാസം 1404, ഇംഗ്ലീഷ് മാസം 2025. അതാണ് ഇതിൻ്റെ ഉദ്ദേശകാര്യങ്ങൾ. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. കാര്യം എന്ന് പറയുന്നത്, പല ഘട്ടങ്ങളിലും പല പത്രങ്ങളിലും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവർ പുതുതായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും അത് പ്രയോഗിക്കാനുള്ള അവരുടെ തന്ത്രത്തെക്കുറിച്ചും വലിയ രീതിയിൽ വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നിലപാടിന് യാതൊരു മാറ്റവും ഇല്ല, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്ന് വെച്ചാൽ സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവോർജം ഉണ്ടാക്കുന്നതിന് തടയാൻ ലോകത്തിന് അധികാരമില്ല, അത് ഒരു രാജ്യത്തിൻ്റെ അവകാശമാണ്. ആണവായുധ നിർമ്മാണം മാത്രമാണ് നിങ്ങൾ എതിർക്കേണ്ടത്, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് പബ്ലിക്കിൽ ഇസ്രായേൽ അത് പറയാനുള്ള ധൈര്യക്കുറവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിൽ ഇറാൻ ആവശ്യപ്പെട്ടതാണ്. അത് 2 പ്രാവശ്യമെങ്കിലും ആണവായുധം ഉണ്ട് എന്ന് ഇസ്രായേൽ പരസ്യമായി സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, തങ്ങളുടെ സൈനികർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കഠിനമായിരിക്കുന്ന നിലപാടാണ് ഫലസ്തീനിലെ ഹമാസ് സ്വീകരിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ UN സഭയിൽ ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ച കാര്യം ഇങ്ങനെയാണ്: അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അതവർ സമ്മതിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധമുണ്ട് എന്ന് ഇപ്പോഴും IAEA പോലും പറഞ്ഞിട്ടില്ല. ആണവായുധ സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, നിർമ്മിച്ചു എന്നവിടെയും പ്രയോഗമല്ല. നേരെ മറിച്ച് ഇസ്രായേൽ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരെ
തടയണം, പ്രതിരോധിക്കണം, അതില്ലായ്മ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് UN സഭയിൽ ഇറാന് പറയാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി തന്നെ തലസ്ഥാനത്ത് നീക്കിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൈവശത്തിൽ ഉണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത് വല്ലാത്ത രീതിയിൽ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ സൈനികമായ രീതിയിലും ആയുധപരമായ രീതിയിലും ഇറാൻ ഇങ്ങനെ വികസിച്ച് വരുന്നത് എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. മുസ്ലിം രാജ്യങ്ങൾ ഇങ്ങനെ ഭീഷണി സ്വരത്തോടു കൂടി വെല്ലുവിളിച്ചുകൊണ്ട് ആയുധം നിർമ്മിക്കുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത പരമാവധി അറേബ്യൻ മേഖലയുടെ ആധിപത്യമുണ്ടായിരുന്ന തുർക്കിക്ക് പോലും ഇത്ര ധൈര്യത്തോടു കൂടി ഈ അമേരിക്കയെ വെല്ലുവിളിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയം നിലനിൽക്കുന്നു. ഖലീഫ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാന മേഖലയായിരുന്നു ഒരു കാലത്ത് തുർക്കി എന്ന് പറയുന്ന ഓട്ടോമാൻ സാമ്രാജ്യം. ഇന്ന് നമ്മൾ ഗൾഫ് എന്ന് എണ്ണപ്പെടുന്ന എല്ലാ പ്രദേശവും അന്ന് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തോടുകൂടി അവർ പരാജയപ്പെട്ടതിൻ്റെ ശേഷമാണ് ബ്രിട്ടൻ ഈ ആധിപത്യം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലെ ഫലസ്തീൻ്റെ മണ്ണിൽ കുടിയിരിപ്പിക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളാണ്. അവർ വിട്ടുകൊടുക്കാത്ത ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശത്തിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അങ്ങനെ കൊണ്ടുവന്നു, അല്പാൽപമായി കൊണ്ടുവന്നു. പിന്നെ പലസ്തീൻ്റെ ഭൂപ്രദേശം പിടിച്ചടക്കി ഇപ്പോൾ പലസ്തീൻ ഇസ്രായേലായി മാറി എന്ന് മാത്രം, എന്ന് ചുരുക്കം. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ചെയ്തും ഇതേ പ്രവൃത്തി തന്നെയാണ്. ജപ്പാനെ കീഴടക്കി. ജപ്പാൻ പരാജയപ്പെട്ടെന്ന് അവർ സമ്മതിച്ചു. അതോടുകൂടി അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന ചില പ്രദേശങ്ങൾ അമേരിക്ക പിടിച്ചെടുത്ത് അവരുടെ ദേശത്തോട് കൂട്ടിച്ചേർത്തു. അവരുടെ അവകാശ ഭൂമിക്കായിട്ട് അത് മാറ്റി. അങ്ങനെ അവിടെ അവർക്ക് സൈനികപരമായിരിക്കുന്ന അഭ്യാസങ്ങൾ നടത്താനും സൈനിക താവളങ്ങളും സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ ജപ്പാൻ അനുമതി ഇല്ലാത്ത രീതിയിൽ ഈ ജപ്പാനിലേക്ക് അമേരിക്കയുടെ സൈനികർക്ക് വരാനും പോകാനുള്ള സംവിധാനം ഒരുക്കിയത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ്. ഈ എയർപോർട്ടിൽ വെച്ചാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത്. അതിന് ജപ്പാൻ അനുമതിയുടെ ആവശ്യമില്ല. അവരന്ന് രണ്ടാം ലോകത്തിൽ കീഴടക്കി പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമാണ്. അറബ് രാജ്യങ്ങൾ അന്ന് പറയപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, തങ്ങളുടെ ദേശത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കരുത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും. അത് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കില്ല. കാരണം അമേരിക്കയെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് അത് അമേരിക്ക ആ വാക്ക് പാലിച്ചു. അമേരിക്ക അങ്ങനെ ജപ്പാനിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഇപ്പോഴത്തെ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ സന്നാഹങ്ങൾ അവരൊരുക്കുന്നു. പല ഘട്ടങ്ങളിലും 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം ഇസ്രായേൽ ആക്രമിക്കുന്ന പല സംവിധാനങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഇറാനെ ടാർഗറ്റ് ചെയ്തായിരുന്നു. സിറിയയിലുള്ള ഇറാൻ്റെ എംബസി വളരെ കൃത്യതയോടുകൂടിയാണ് തകർക്കപ്പെട്ടത്. 12ഓളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള വിഷയം അന്നുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനവും വലിയ എതിർപ്പും ഇതിന് ഇസ്രായേൽ നേരിട്ടാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ല. പക്ഷേ അത് ഇറാൻ എഴുതി വെച്ചതാണ് അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന്. പിന്നീട് ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ വിഷയങ്ങൾ വന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇപ്പോൾ ഇറാൻ്റെ തിരിച്ചടിക്ക് ശേഷം ശാന്തമാണ് ഇസ്രായേൽ. ഒരു തരത്തിലും ഇറാന് നേരെ എന്തെങ്കിലും ഒരു വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു അവസരത്തിന് വേണ്ടി ഇറാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. അതിനുള്ള ആയുധങ്ങളും സായുധ സംവിധാനങ്ങളും സ്വരൂപിക്കുകയും ഒരുക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ ഒടുവിൽ ഒരു പരിശീലനം നടത്തിയത്. ഇപ്പോൾ പരിശീലനം നടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവർ പരിശീലനം നടത്തി. ഈ പരിശീലനം നടത്തി എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ്. കൂടെ അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇത് കരുതുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇറാൻ ആക്രമിക്കൊന്നുമില്ല. അതിനൊരു സാധ്യത അമേരിക്കയും പറയുന്നില്ല, ഇറാനും പറയുന്നില്ല. പക്ഷേ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തു നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത്തരം സാഹചര്യത്തെ പ്രതിരോധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് സാധിക്കില്ല. ഏതായിരുന്നാലും ഇറാൻ്റെ ഏത് തരത്തിലുള്ള പരിശീലനവും ലോക ശ്രദ്ധ നേടുകയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്.